Hello, good morning. ഗുഡ് മോർണിംഗ്. Start ചെയ്യാം sir. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും രാവിലെ വളരെ എനർജറ്റിക് ആയിട്ട് വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് എബി. ഞാനൊരു മെന്റൽ ഹെൽത്ത് കൗൺസിലറായിട്ട് കാനഡയിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം പ്രഭാതമാണെങ്കിൽ എനിക്കിവിടെ വൈകുന്നേരം ആവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാം വളരെ എനർജറ്റിക് ആയിരിക്കുന്നു. ഞാൻ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. അതാണ് വ്യത്യാസം. ഓക്കെ, ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പലരും പോസ്റ്റർ കണ്ടു കാണും. എന്താണ് നമ്മുടെ വിഷയം എന്നാണ്. നമ്മുടെ ചുറ്റുമൊക്കെ നമ്മുടെ നോക്കുമ്പോൾ മേ ബി നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളില്, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളില് ഇങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകാം, അല്ലെ? ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. നമുക്കെല്ലാം പരിചിതമായ ഒരു ഹൃദയസ്പർശിയായ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. എ ന്യൂ ബിഗിനിങ് ത്രൂ ആൽക്കഹോൾ റിക്കവറി. തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ അതിനെ റിലേറ്റഡ് ആയിട്ട് ഒരു കവിത ഞാൻ ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ജീവിതാനന്ദം രുചിച്ചിടാൻ വേണമാലഹരി എന്നാരോ പറഞ്ഞു, മത്തിൻ മണത്തെ മരുന്നൊന്നു പേരിട്ടു മണ്ടന്മാരാളെ ചതിച്ചു. മരുന്നല്ല മാരണമാണതു മത്തിനെ മായ്ക്കുവാൻ കെൽപ്പുള്ള സൂത്രം. മൃത്യുതുല്യമായി മെല്ലെ ജഡമായി മാറുന്നു ലഹരിയെന്നു വിനയെ സത്യം. മൃത്യുതുല്യമായി മെല്ലെ ജഡമായി മാറുന്നു ലഹരിയൊരു വിനയെന്ന സത്യം. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന, നമ്മുടെ അനുഭവിച്ചിട്ടുള്ള ഒരു വിപത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ഞാനിവിടെ ഒരു 7 പോയിന്റുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി ഞാൻ ഒരു 5 വർഷത്തോളം ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്തു. അതിന്റെ ഒരു എക്സ്പീരിയൻസും പല ജീവിത അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ ഒരു അനുഭവം ആണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. രഘു എന്നു പേരുള്ള ഒരു ക്ലയന്റ് ഞങ്ങളുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഞങ്ങളെ കാണുവാനായിട്ട് വന്നു. അപ്പോൾ മകൻ എന്നോട് പറഞ്ഞു, സാറേ, എൻ്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്. മദ്യപിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ നല്ലൊരു അച്ഛനില്ല. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും. പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സ്വഭാവവും രീതികളും എല്ലാം മാറും. എന്നും വന്ന് എൻ്റെ അമ്മയെ അടിക്കും, ഉപദ്രവിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് ജീവിച്ചിട്ട് വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ എൻ്റെ അമ്മ വെക്കുന്ന പല കറികളും പാത്രങ്ങളും അവിടെ ഇവിടെ എല്ലാം ചിതറിത്തിരിക്കും. പിന്നെയും അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പുതിയ സാധനങ്ങൾ വാങ്ങും. ഇതാണ് നിത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരിക്കല് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ പല ദിവസങ്ങളും പല രാത്രികളും അച്ഛൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ വല്ല പറമ്പിലോ വാഴത്തോട്ടത്തിലോ പോയി പല ദിവസങ്ങളും കിടക്കാറുണ്ട്. ഈ കുട്ടി പറയുമ്പോൾ അവൻ വളരെ വേദനാകരമായും കണ്ണുനീര് ഒലിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. ഇപ്പൊ ഒരിക്കല് ഈ സങ്കടം സഹിക്കാനാവാതെ, അമ്മയുടെ വിഷമം സഹിക്കാനാകാതെ ഞാൻ ഒരിക്കല് അച്ഛൻ കുടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ മുളകൂടി എടുത്ത് അച്ഛന്റെ കണ്ണിലിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്താ അത് ചെയ്തത്? കാരണം അമ്മയെ ഉപദ്രവിക്കുക, അമ്മയെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗമാണിത്. ഇതാണ് മദ്യപാനം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ചെറിയൊരു ചിത്രം. ഒന്നാമത്തെ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് മദ്യം എന്ന ദുഷ്ടചക്രം. എന്താണ് ആസക്തി? ഏതെങ്കിലും ഒരു വസ്തുവിന്റെ നിരന്തരമായ ഉപയോഗം കൊണ്ടും ഇടവിട്ടമായ ഉപയോഗം കൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും തലങ്ങളിൽ ബാധിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ആസക്തി എന്ന് പറയും. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ നിരന്തരമായോ ഇടവിട്ടോ ആയ ഉപയോഗം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ആസക്തിയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മേഖല? ആർക്കെങ്കിലും ഒന്ന് പറയാം, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ? ഒന്നോ രണ്ടോ ഒന്ന് പറയാൻ പറ്റുമോ? ജീവിതത്തിന്റെ മേഖല, ആസക്തി എന്നൊരു കാര്യം ജീവിതത്തിന്റെ മേഖലയെ ബാധിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? റിലേഷൻഷിപ്പ്,
ജോലി എന്ത് ജോലിയുടെ പേര് ഓക്കെ അതെ ജോലി അതെ ജോലി. പിന്നെന്താണ് സൂസൻ മാം എന്താണ് പറഞ്ഞത്? താങ്ക് യു ബോബി മാം. ജോലി പിന്നെ റിലേഷൻഷിപ്പ്. ഓക്കെ ആ മെന്റൽ ഇതിലെല്ലാം ഹെൽത്ത്, ഭാവിക്കും സാമ്പത്തികം, സാമ്പത്തികം അല്ലേ? നമുക്ക് എന്തൊക്കെയാണ്? മെന്റൽ ഹെൽത്ത്, തൊഴിൽ, യാ തൊഴിൽ, താങ്ക് യു സാർ. തൊഴിൽ, കുടുംബം, ശാരീരികം, മാനസികം, വ്യക്തിപരം, ആത്മീയം അല്ലെ? ഇതിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ ഇതൊരു ആസക്തിയാണ്. ചിലവരുണ്ട് നമ്മുടെ ചുറ്റും സോഷ്യൽ ഡ്രിങ്കേഴ്സ് ഉണ്ട്, ഇവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല, കുഴപ്പമില്ല, അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നിരന്തരമായ വിഭവം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആസക്തി. പലരും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വില്ലിങ് ആണോ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ? ചിലവരെ പിടിച്ചു കെട്ടിക്കൊണ്ടും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരും. അവരവിടെ നിർബന്ധിച്ച് അവിടെ നിൽക്കുമെങ്കിലും തിരിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 21 ദിവസം തിരിച്ചു പോകാൻ നേരത്ത് അവരുടെ ലക്ഷ്യം എന്തോ, ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഇവരോടുള്ള വാശി തീർക്കണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. 21 ദിവസം കിടക്കുന്നു, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. വൈരാഗ്യം, എന്നെ പിടിച്ചോണ്ട് വന്നവരുടെ വൈരാഗ്യം ദേഷ്യവും കാരണം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് ആദ്യമേ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതാണ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. അവരവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന മദ്യം എന്ന ദുഷ്ടചക്രം. അപ്പൊ നമ്മൾ ആരംഭം ഒന്ന് നോക്കിയാൽ എങ്ങനെയാണ്? ആദ്യം ഒരു സൗഹൃദത്തിന്റെ പേരിലോ സന്തോഷത്തിന്റെ പേരിലോ ഒരു ആശ്വാസത്തിന്റെ പേരിലോ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിരുന്നുകാരനാണ് അല്ലെ? ആരും ഒരു കുടിയനാവണമെന്നോ ഒന്നും പറഞ്ഞ് അഡിക്റ്റ് ആവണമെന്നോ ഒന്നും പറഞ്ഞൊന്നും അല്ല ആരും ചെയ്യുന്നത്. രസത്തിന് വേണ്ടി തുടങ്ങുന്നതാണ്, കൂട്ടുകാരുടെ കൂട്ടത്തിലും രസത്തിന് വേണ്ടി തുടങ്ങുന്നതാണ്. പതുക്കെ അത് ജീവിതത്തിലെ ഒരു ഭാഗമായി തീരുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് അല്പമായി ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയും തകർക്കുന്ന ഒരു ദുഷ്ടചക്രമാണ് മദ്യം എന്ന് പറയുന്നത്. ഇത് ഒരാളുടെ ജീവിതം മാത്രമല്ല, അവന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ജീവിതം കൂടിയാണ് തകർക്കുന്നത്. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. അവനവൻ വിചാരിച്ചാൽ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോചനത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞ ബോധമാണ് അല്ലെ? ഒരു തിരിച്ചറിവാണ്. ഈ രഘുവിന്റെ ഭാര്യ വിട്ടുപോയി, മക്കള് വിട്ടുപോയി, ജോലി നഷ്ടപ്പെട്ടു, ശാരീരികമായി തളർന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് അവന് ബോധം വെച്ചത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നഷ്ടമാകും. ആ ഒരു തിരിച്ചറിവാണ് അവനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അവനവനൊരു ബോധമുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു രോഗമാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് അവരെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പുതിയ തുടക്കത്തിന് ആദ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ബോധം എന്ന് പറയുന്നത്. ഒന്ന്, അക്സെപ്റ്റ് ചെയ്യുക, എനിക്ക് പ്രശ്നമുണ്ട് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലർക്കും ഇത് സമ്മതിക്കാൻ എളുപ്പമല്ല, കാരണം സമൂഹം അവരെ നാണക്കെടുത്തും അല്ലെ? ഇതാണ് പ്രശ്നം. പലരും ഇതിൽ നിന്ന് പിന്മാറുന്നത്. സമൂഹം എന്നെ എങ്ങനെ കാണും, മറ്റുള്ളവരെങ്ങനെ കാണും എന്നുള്ളൊരു പേടിയാണ് ഇവർക്ക് സമ്മതിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്നാൽ പക്ഷെ യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത് തന്റെ അവസ്ഥ തിരിച്ചറിയലാണ്. സമൂഹത്തെ മറ്റുള്ളവരെ നോക്കുവല്ല, തന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് തനിക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അറിഞ്ഞാൽ അത് സറണ്ടർ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. മൂന്നാമത്തത് പിന്തുണാകരങ്ങൾ അല്ലെ? രഘുവിനെ സഹായിക്കാനും രഘുവിനെ മോട്ടിവേറ്റ് ചെയ്യാനും രഘു സമ്മതിച്ചപ്പോൾ, എനിക്ക് രക്ഷപ്പെടണമെന്ന് സമ്മതിച്ചപ്പോൾ അവനെ പിന്തുണാകരങ്ങളാണ് അവനെ കൊണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടെത്തിച്ചത്. മദ്യവിമുക്തിയുടെ യാത്ര ഒരാളുടെ യാത്ര മാത്രമല്ല, അത് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിന്റെയും സഹകരണത്തോടു കൂടിയാണ് ആ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്ലയന്റിനെ മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് അവരുടെ കുടുംബത്തെ കൂടിയാണ് അല്ലെ? അവരോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ് അവർ.
അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെ ഈ ജീവിതത്തിൽ വേദന ഉണ്ടായിരുന്നു, കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒരു കുട്ടി, ഞാൻ പറഞ്ഞു ഒരു രഘുവിന്റെ കുട്ടിയോട് സംസാരിച്ചു എന്ന്. അവരെ എങ്ങനെ അച്ഛന്റെ മദ്യപാനം അല്ലെ വീട്ടിലെ സാഹചര്യം എങ്ങനെ ആ കുട്ടിയെയും ബാധിച്ചു എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളെയും വിളിക്കുന്നത്? ഒരാള് രക്ഷപ്പെടുമ്പോൾ, ഞാൻ പറഞ്ഞു റിക്കവറി നടക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ടുണ്ട്. ചിലപ്പം ഈ സമയത്ത് അവർക്ക് ദേഷ്യം ഉണ്ടാകും, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ടെംപ്ടേഷൻ ഉണ്ടാവും, ക്രേവിങ്, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ആ സാഹചര്യങ്ങളിൽ ഒരു പിന്തുണ വേണം, ഒരു സപ്പോർട്ട് വേണം. അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആ ക്ലാസ്സിൽ കൂടി അവർക്ക് അതുകൊണ്ടാണ് ഫാമിലിയെ നമ്മൾ വിളിക്കുന്നത്. ഒരു സമൂഹത്തിൽ നമ്മൾ അവയർനെസ് കൊടുക്കും അല്ലെ. അപ്പം ഈ ഒരു അവയർനെസ്, ഈ ഒരു പിന്തുണ കരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരാൾ വീഴുമ്പോൾ അവനെ കുറ്റപ്പെടുത്താതെ കൈത്താങ്ങാവുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും റോളെന്ന് പറയുന്നത് അല്ലെ. ഒരാൾ മദ്യം വിട്ടാൽ അതൊരു വീടിന്റെ പുനർജന്മം കൂടിയാണ്. നമുക്കറിയാം ഈ കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നും പലരും മീറ്റിങ്ങിലൊക്കെ വന്ന് അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ പറയുമ്പോൾ ആ സന്തോഷം നമുക്ക് അനുഭവം. ഒരു പുനർജന്മമാണ്, ഒരു പുതിയൊരു ഭവനമാണ് അവിടെ രൂപപ്പെടുന്നത്. ഇനി നാലാമത്തെ ഒരു കാര്യമാണ് ആത്മവിശ്വാസം. തുടക്കത്തിൽ നമുക്ക് വേണ്ടുന്ന ആത്മവിശ്വാസമാണ്. മദ്യവിമുക്തിയുടെ വഴിയിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ പലതും ശ്രമിച്ചു, ഇനി എനിക്ക് നടക്കത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി എന്ന ഒരു ആത്മവിശ്വാസ കുറവാണ് ഒരാളെ മുന്നോട്ട് വരുവാൻ തടസ്സം നിൽക്കുന്നത്. അവനവൻ തന്നെ, നമുക്ക് മറ്റുള്ള ആളെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അവനവൻ തന്നെ വിചാരിക്കണം എനിക്കിതിന് രക്ഷപ്പെടണം, എന്നെ കൊണ്ട് സാധിക്കും, നമുക്ക് അസാധ്യമായി ഒന്നുമില്ല, എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഓരോ വ്യക്തികളിലും ഉണ്ടാവണം. ആ ആത്മവിശ്വാസം, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് കഴിയും, എനിക്കൊരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക്, അത് കുടുംബവും സപ്പോർട്ട് ചെയ്യണം, സമൂഹവും സപ്പോർട്ട് ചെയ്യണം. ആ വ്യക്തിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ വരുമ്പോൾ അവരുടെ ഒരു മോട്ടിവേഷനും കാര്യം കൊണ്ടും ഒരാളെ പൂർണ്ണമായി രക്ഷപ്പെടുത്താനായിട്ട്. ആത്മവിശ്വാസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ തകർച്ചയിലേക്ക് നോക്കാതെ നമ്മുടെ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ആത്മവിശ്വാസം ലഭിക്കും. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാവരും സ്പീഡ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടോ? ദിലീപിന്റെ ദ സ്പീഡ് എന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ മൂവി? ഒരു സ്പോർട്സ് താരമായിട്ടുള്ള മൂവി അല്ലേ? അതെ അതെ. അതിന്റെ അകത്ത് ലാസ്റ്റിൽ ഒരു രംഗമുണ്ട്. അവന്റെ കൂട്ടുകാർ തന്നെ, കോളേജിലെ ആൾക്കാർ തന്നെ അവനെ ഉപദ്രവിക്കും, അങ്ങനെ കാല് മുറിവ് പറ്റും അല്ലെ, വാളുകൊണ്ട് മുറിവ് പറ്റും. അവൻ അത് കെട്ടിയിട്ട് വന്ന് ഓടുന്നു. ഓടാൻ നേരത്ത് എന്ത് സംഭവിക്കും? അവൻ ഏറ്റവും പുറയിലായിപ്പോവും. അപ്പോഴാണ് അവന്റെ പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ പുറയിലായിപ്പോവും. പക്ഷെ ഗാലറിയിൽ നിന്ന് ഒരാൾ അവനെ വിളിക്കും, ചേട്ടാന്ന് വിളിക്കും. അല്ല, അന്നേരമാണ് അവന് ബോധ്യം വരുന്നത്, എന്താണ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ ഓടാൻ വന്നത്, ഞാൻ എന്തിനാണ് ഈ കോളേജിൽ വന്നത്, എന്റെ ലക്ഷ്യം എന്താണെന്ന് അപ്പം ബോധ്യം. അവിടെ അവന് ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അവന്റെ വേദനയൊന്നും പോയില്ല, മുറിവൊന്നും ഉണങ്ങിയില്ല. അവിടെ ഉണങ്ങിയോ? ഒന്നും ഉണങ്ങിയിട്ടില്ല. പക്ഷെ ആ ധൈര്യം, ആത്മധൈര്യം, ഉള്ളിൽ നിന്ന് വരുന്ന വിശ്വാസം, അതാണ് അവനെ ഓടാൻ ശ്രമിച്ചത്. വേദനയിലേക്ക് നോക്കിയപ്പോ അവൻ പിന്നോട്ട് പോയി, പക്ഷെ ലക്ഷ്യത്തിലേക്ക് നോക്കിയപ്പോ അവൻ മുന്നോട്ട് ഓടാനായിട്ട് സാധിച്ചു. അങ്ങനെ അവൻ വിജയിക്കുന്നതാണ് ആ കഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞത് കൂട്ട് നമ്മള് ആത്മവിശ്വാസം ഏറ്റവും നമ്മുടെ അഡിക്ഷനിലായാലും മറ്റ് എല്ലാ ഒരു ജീവിതത്തിലായാലും ഈ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമത്തെ എന്റെ പോയിന്റ് എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും പുനർനിർമ്മിക്കുക. മനസ്സിനെയും ശരീരത്തെയും പുനർനിർമ്മിക്കുക. ഒരു വ്യക്തി മദ്യപാനം നിർത്തുമ്പോൾ അത് സമയമെടുക്കും പുനർനിർമ്മിക്കുവാൻ വേണ്ടി. ശാരീരികമായും മാനസികമായും ഒരു മാറ്റത്തിന് ഒരു സമയമെടുക്കും. ഇവിടെയാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് അവർക്ക് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ആ സമയങ്ങളിൽ അവർക്ക് ദേഷ്യം ഉണ്ടാകും, ടെംപ്ടേഷൻ ഉണ്ടാകും, ക്രേവിംഗ് ഉണ്ടാകും, മടികളുണ്ടാവും, ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്, ഫൈറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിൽക്കുന്ന ട്രീറ്റ്മെന്റ് കഴിയുന്ന ഒരു വ്യക്തിയോട് പോകുന്നതിന് മുമ്പ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് ഈ ഗേറ്റിൽ നിന്ന് വെളിയിൽ പോകാൻ നേരത്താണ്. എന്താണെന്നറിയാമോ? ഇവിടെ നിൽക്കാൻ നേരത്ത്, നമ്മുടെ സെന്ററിൽ നിൽക്കാൻ നേരത്ത്, ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് പ്രലോഭനങ്ങളില്ല, പ്രതിസന്ധികളില്ല. നമ്മൾ ഭയങ്കര സപ്പോർട്ടാ അല്ലെ, മെഡിക്കേഷൻ കൊടുക്കും, കൃത്യസമയത്ത് ഫുഡ് കൊടുക്കും, എല്ലാം. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. പക്ഷെ ഗേറ്റിൽ നിന്ന് വെളിയിൽ പോകാൻ നേരത്ത് എന്തുവാണ്?
നിങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, നിങ്ങളുടെ ചുറ്റുപാടുകളൊന്നും മാറുന്നതേയില്ല. ഉണ്ടോ? നമ്മൾ മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളൊന്നും മാറുന്നില്ല. നമ്മൾ എന്നും പോകുന്ന ബാറ് മാറുന്നില്ല, നമ്മുടെ കടകൾ മാറുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കൾ മാറുന്നില്ല, അല്ലെ? ഇതൊന്നും മാറുന്നില്ല. നമ്മളെ പ്രേരിപ്പിക്കുന്ന, ടെംപ്ടേഷൻ വരുന്ന ഈ കാര്യങ്ങളൊന്നും മാറുന്നില്ല. നമ്മൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാറാത്ത സമൂഹത്തിൽ മാറിയ ഞാൻ നിൽക്കണമെങ്കിൽ എനിക്കൊരു ആത്മധൈര്യം വേണം, അല്ലേ? നമ്മൾ അതനുസരിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റൂ. അപ്പൊ ഈ ഒരു ടെംപ്ടേഷനും പലരും പറയുമോ ഇത് നിസ്സാരമേ ഉള്ള കാര്യമേ അല്ല. ഒരു മദ്യപാനം, ഒരു അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ഭയങ്കര ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ നിന്ന് അതിജീവിക്കുവാനാണ് നമ്മൾ അവരുടെ ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ആയാലും റിക്കവറി സ്റ്റേജിൽ നമ്മൾ അവരുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരവരെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്കിപ്പോൾ അവരെ കൂടെ പോകാൻ പറ്റത്തില്ല, അല്ലെ? അവര് ചിന്തിക്കണം, എന്റെ അപകട മേഖലകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഉദാഹരണം, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, എനിക്കറിയാം എന്റെ ഫ്രണ്ട് ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവിടെ ഇതൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്താണ് നാം ചെയ്യേണ്ടത്? എനിക്ക് അവിടെ പ്രതിസന്ധി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒഴിച്ചു മാറുക, അല്ലെങ്കിൽ തലേന്ന് പോയി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒന്നിച്ചു പോയി ഗിഫ്റ്റ് കൊടുക്കുക. പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? സാഹചര്യങ്ങളെ ഒഴിഞ്ഞു മാറി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒക്കെ ഒരു ശാന്തിയും സന്തോഷവും കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ കാഴ്ചപ്പാടുകൾ ഒന്ന് നമ്മുടെ ചിന്താഗതികൾ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് നല്ലൊരു മനഃശാന്തിയും നല്ലൊരു ധൈര്യവും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. എന്താണ്? നമ്മൾ നന്നായി എക്സർസൈസ് ചെയ്യുക, അല്ലെ? യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ജേർണലിങ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഇതൊക്കെ പതുക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ തന്നെയും മനസ്സിന് തന്നെയും നമുക്ക് വലിയ ഒരു മാറ്റം അനുഭവിക്കാനായിട്ട് പറ്റും, അല്ലെ? നമുക്ക് കാണാൻ നേരത്ത് തന്നെ അറിയാം അവരുടെ ശരീരത്തിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ ആക്ഷനിലും ജസ്റ്റേഴ്സിലും ഒക്കെ ഒരു മാറ്റം. ഓരോ നിമിഷവും കൂടുള്ളവർ അവർക്ക് അഭിനന്ദനങ്ങൾ അല്ലെ അപ്രിഷിയേഷൻ കൊടുക്കണം. അത് അവരെ കൂടുതലായി വളർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ കൂടുതൽ സമയങ്ങളുണ്ട്. സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക, അല്ലെ? നേരത്തെ മദ്യപിച്ചു ഉള്ള സമയങ്ങള് ഇപ്പൊ കൂടുതൽ നല്ല സമയങ്ങളുണ്ട്. ഈ രഘുവിന്റെ ജീവിതത്തിൽ രഘു എന്ത് ചെയ്തു എന്നറിയാമോ? രഘു കൃത്യസമയത്ത് വീട്ടിൽ വരും. നേരത്തെ 10-12 മണിക്ക് വരുന്ന രഘു 5 മണിക്ക് ജോലി കഴിഞ്ഞ ഉടനെ 6 മണിക്കുള്ളിൽ വീട്ടിൽ വരും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. സമയങ്ങൾ ശനിയും ഞായറും ഒക്കെ സമയം കിട്ടാൻ നേരത്ത് വലിയ ഇവരൊന്നും പാവപ്പെട്ട ആൾക്കാരാണ്, ചെറിയൊരു 5 സെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ ചെറിയ കൃഷി തരികയും അല്ലെങ്കിൽ കരകൗശലങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കുട്ടികളെ സഹായിക്കുകയും വീട്ടിലെ കാര്യം നോക്കി ഇങ്ങനെ നല്ല സമയങ്ങൾ കണ്ടെത്തുകയും നന്നായി ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടായി. മനസ്സിലായോ? ഞാൻ ഈ പറയുന്നത് വെച്ചാൽ റിയൽ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പം രഘുവിന്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞു, സാറ് ഇപ്പൊ നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ഇവർ കുടുംബത്തോടാണ് വരുന്നത്. അപ്പൊ അനുഭവം പറയാൻ നേരം നമ്മൾ അവർക്ക് ഫോളോ അപ്പും കൗൺസിലിംഗ് കുട്ടി വന്ന്, സാറേ ഈ ഓണത്തിനാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ആഹാരം കഴിച്ചത്. ആ കുട്ടി പറയാൻ നേരത്ത് അന്നത്തെ മുഖവും ഇന്നത്തെ മുഖവും ഓർക്കുമ്പോൾ അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി എന്നോട് പിന്നെ 1 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലെ മാറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ സാമ്പത്തികമുള്ളവരല്ല, കൂലിപ്പണിക്കാരാണ്. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ സാധിച്ചുവെങ്കിൽ അവരെത്രമാത്രം എഫേർട്ട് എടുത്തു. അവരൊരു പുരോഗതികളൊക്കെ ഇപ്പൊ മീറ്റിംഗിൽ വന്ന് ചെറിയൊരു സൈക്കിൾ എടുത്തു, അല്ലെങ്കിൽ ബൈക്ക് എടുത്തു. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല കേട്ടോ, 1-2 വർഷം കൊണ്ട് അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്താണ് നമ്മൾ വിടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളാണ്. ഇത് കാണാൻ നേരത്ത് നമുക്കും വളരെയേറെ സന്തോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിനെയും ശരീരത്തെയും പുനർനിർമ്മിക്കാൻ സമയമെടുക്കും, പക്ഷെ ആ സമയത്തോട് വലിയൊരു മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അത് തന്നെ ചികിത്സയും പുനരധിവാസവും. അപ്പൊ നമ്മൾ ഈ ചികിത്സ വേണ്ടുന്നവർക്ക്, മെഡിക്കേഷൻ വേണ്ടുന്നവർക്ക് ആ രീതിയിലുള്ള ഡോക്ടറിനെ സമീപിക്കുക. അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പഠനശാലയാണ്, അല്ലെ? പരിശീലനശാലയാണ്. നമ്മൾ അവിടെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുകയും ക്ലാസ് എടുക്കുകയും കൗൺസിലിംഗ് ചെയ്യുകയും ഒക്കെയാണ് ഇവിടെ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ അടുത്താണ് പുതിയ ജീവിതം.
സാധ്യതയല്ല എന്ന് പറഞ്ഞെടുത്ത് ഒരു യാഥാർത്ഥ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. അല്ലെ? സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്ത് ഒരു യാഥാർത്ഥ്യം അത് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം. അവർ തന്നെ പറയും, ഇപ്പൊ എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം, ഒരു മാറ്റങ്ങൾ എനിക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഓരോ ഗോളുകൾ ഓരോ വർഷത്തിനകം നേടിയെടുക്കുവാനും കുടുംബത്തിലെ സന്തോഷം, ഒരുമിച്ച് ഫംഗ്ഷനുകൾ പോകുവാനും ഒരുമിച്ച് ക്രിസ്മസും ഓണവും ഒക്കെ ആഘോഷിക്കുവാനും ഒക്കെ യാഥാർത്ഥ്യമാക്കി എടുത്തു അവരുടെ ജീവിതം. ഇത് വലിയ വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു കാര്യമാണ്. പിന്നെ ഇവർ ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. മീറ്റിംഗിൽ കൃത്യമായി പോവുക. എവിടെങ്കിലും ഒരു പാളിച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ കൗൺസിലിംഗിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോവുക, അല്ലെങ്കിൽ കൗൺസിലിനെ സമീപിക്കുക, അല്ലെങ്കിൽ നല്ല മദ്യപിക്കാത്ത കൂട്ടുകാരെ വിളിച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യുക. അല്ലെ? പിടിച്ചു നിൽക്കെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ എവിടെങ്കിലും ഒരു പോരായ്മ മനസ്സിലാക്കിയ ഉടനെ അതിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കണ്ടെത്തി കൊടുക്കുവാനായിട്ടും അല്ലെങ്കിൽ അവര് തന്നെ കണ്ടെത്തുവാനായിട്ടും ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അവസാനമായി സമൂഹത്തിന്റെ പങ്ക്. മദ്യം വിട്ടവരെ പരിഹസിക്കാതെ അവരെ ചേർത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, 1-2 മാസമൊക്കെ അത് കഴിഞ്ഞ് അവൻ വീഴും, നോയിക്കോ, അല്ലെ ബെറ്റ് വെക്കും കൂട്ടുകാർ തമ്മിൽ, 2 ദിവസമൊക്കെ നിൽക്കും, പിന്നെയും കണക്കൊക്കെ തന്നെ. ഇങ്ങനെ പറയാതെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്തുണ, ഒരു സഹായം നമുക്കും ചെയ്യാം. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ മേ ബി നിങ്ങളുടെ ചുറ്റുപാടുകളിലോ സമൂഹത്തിലോ കൂട്ടുകാരിലോ ഇവിടെ എല്ലാം ആരെങ്കിലും ഒക്കെ കാണും. അല്ലെ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ കുറ്റം പറയാതെ, അവരെ പരിഹസിക്കാതെ, അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ മേ ബി നല്ലൊരു വാക്കായിരിക്കും, നിന്നെയും കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു സെന്റർ ഉണ്ട്, നീ അവിടെ പോ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവരെ പോയി കാണുവാനോ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട്, ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് പറ്റും. പരിഹസിക്കുകയോ നിന്ദിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യാതെ ചേർത്ത് നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇതൊരു അവസരമാണ്. അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് നമുക്കൊരു റിവാർഡാണ്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ശമ്പളമോ സാലറിയോ ഉപരി അവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുത്തപ്പോൾ ആ കുടുംബം വന്ന് ചിരിയോടുകൂടി അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ കൂടി റിവാർഡൊന്നും എനിക്ക് കിട്ടാനില്ല. എൻ്റെ നല്ല അനുഭവങ്ങളായിരുന്നു അതൊക്കെ. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം. ഒന്ന് ആ കുട്ടി പറഞ്ഞു, ഞങ്ങൾ ഇന്നാണ് ഓണം നന്നോണം ആഘോഷിച്ചത്. അത് വലിയൊരു റിവാർഡാണ്. ആകെ പറയാനുള്ളത് ഇവരുടെ എഫേർട്ടാണ്, നമ്മുടെ മിടുക്കല്ല. നമ്മളൊന്നും ചെയ്യുന്ന, നമ്മൾ ചെറിയൊരു ഉന്ത് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അവരെത്രമാത്രം എഫേർട്ട് എടുത്താണ് പഴയ ഒരു ജീവിതത്തിലേക്ക്, ഒരു നോർമൽ ശത്രുവായ മദ്യത്തെ അകറ്റി നിർത്തി നല്ലൊരു ജീവിതത്തിലേക്ക് അവർ ചെയ്യുന്ന എഫേർട്ടിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എനിക്കിന്ന് പറയാനുള്ളത്, ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഉള്ള ആൾക്കാർ നമ്മൾ കാണുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സഹായം അവർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഇത് ഒരു മദ്യപിച്ച് ഒരു റിക്കവറി ജേർണി നടത്തുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് അവസാനമല്ല, ഒരു അവസരമാണ്. സ്വയം വിശ്വസിക്കുവാനുള്ള ഒരു അവസരം, തോറ്റുകൊടുക്കാതെ മുന്നോട്ട് പോകുവാനുള്ള അവസരം. അവസാനം, മദ്യം വിട്ടാൽ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് അത് പുതുതായി ജീവിതം തുടങ്ങുകയാണ്. അവസാനമല്ല, ഒരു ആരംഭമാണ്. ഓരോ പുതു തുടക്കവും ഒരു പ്രാർത്ഥനയാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു ജീവിതത്തിന്റെ പുതു ജന്മമാണ്. താങ്ക് യു. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഉപകാരപ്പെട്ടു. ഈ കുറെ വർഷങ്ങളായിട്ട്, ഒരു 10-12 വർഷങ്ങളായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോവുകയും ഇടയ്ക്കിടയ്ക്ക് കൂടി നിർത്തുകയും പിന്നെയും തുടങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളുണ്ട്, ജോലിക്കൊന്നും പോകുന്നില്ല, പക്ഷെ ഭയങ്കര നല്ലൊരു പൊസിഷനുള്ള ആളായിരുന്നു. അപ്പോ വന്നിട്ട് പിന്നെ കുറച്ചാൾ കുടിക്കാതിരിക്കും, പിന്നെയും കുടിക്കും.
ഞാന് ഇതൂടെ ആഡ് ചെയ്യാനായിട്ട് ഇരുന്നായിരുന്നു. മാം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മുടെ ഫിലിം സ്റ്റാർ ഒക്കെ നോക്കിയേ, എല്ലാവരും വലിയ വലിയ നിലയിലുള്ളവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ പല രോഗങ്ങളായി ആകപ്പെട്ടു. ഇതെല്ലാം നമുക്ക് നോക്കാൻ നേരത്ത് മദ്യം വലിയൊരു ഘടകമാണ് അവരുടെ ജീവിതത്തിലൊക്കെ, അല്ലെ? എത്രയോ ഉയർച്ചയിൽ പോകുന്ന ആൾക്കാരൊക്കെ താഴെ അതെ. വീണ് കിടക്കുന്നുണ്ട്. മാം ഈ ചോദിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. അവനവന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ മാറ്റാം. നമ്മുടെ കയ്യിൽ ഉം. മാജിക് പവർ ഒന്നുമില്ല. അവനവന് മനസ്സ് വേണം. ഇതെന്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട്, എന്റെ ശാരീരികമായ മാനസികമായ തൊഴിലിന് ബാധിച്ച ഒരു തിരിച്ചറിവില്ല. ഏത് കാര്യവും അവനവന് തിരിച്ചറിയില്ലെങ്കിൽ ആരും രക്ഷപ്പെടുത്താൻ നമുക്ക് ആരും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ആ ഒരു തിരിച്ചറിവാണ് വേണ്ടുന്നത്. അല്ല, ഇപ്പൊ ആ അതുകൊണ്ടാണ് ആ പലരും, സ്റ്റേജ് എനിക്കറിയാം, കഴിഞ്ഞു. പലരും ആദ്യകാലങ്ങളിൽ വന്ന് പറയായിരുന്നു. ആ സാർ പറഞ്ഞു. പറഞ്ഞു. മാം പറഞ്ഞോളൂ. ആദ്യകാലങ്ങളിൽ പറയുമായിരുന്നു, എനിക്ക് എപ്പോ വേണമെങ്കിലും നിർത്താം, എനിക്ക് എപ്പോ അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും പറയുന്നില്ല. പോവുക, വരിക, പിന്നെയും കുടിക്കുക. ഓവർ കോൺഫിഡൻസ് ചിലവരുണ്ട്. നമ്മളെ ട്രീറ്റ്മെന്റ് സാറേ ഇനി ഞാൻ കുടിക്കത്തേയില്ല, എന്റെ വായിൽ ഒഴിച്ചു തന്നാൽ ഞാൻ കുടിക്കത്തില്ല, അന്നേരം നമ്മൾ വിധി എഴുതും. ഓവർ കോൺഫിഡൻസ് അങ്ങനെ പറയുന്നവർ കുടിക്കും. ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരു വർഷം ഞാൻ കുടിക്കത്തില്ല, 10 ദിവസം ഒന്നും വേണ്ട, ഇന്ന് ഞാൻ കുടിക്കത്തില്ല എന്ന് ഒറ്റ ഒരു തീരുമാനം എടുത്താൽ ഇന്ന് രാവിലെ എഴുന്നേക്കാന്നത്, ഇന്ന് ഞാൻ മദ്യപിക്കില്ല, എന്ത് കാരണം വെച്ചാലും ഇന്ന് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും. നാളെയും ഇന്ന്, ഓരോ ദിവസം ഇന്നെന്നുള്ള ഒരു ഇത് എടുക്കുക. വലിയ ഒരു ഗോൾ എടുക്കാതെ ഒരു ദിവസത്തെ ഒരു ഗോൾ എടുക്കുക. അതാണ് മനസ്സിലായത്. പിന്നെ മാം ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ എനിക്കും കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോരുത്തര് വന്നിട്ട് പിന്നെയും തിരിച്ചു വരുന്നു, പിന്നെയും പോയി റിലാപ്സ് ആയി. പിന്നെ ഞാൻ ഇപ്പോഴും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഓഫീസിൽ ഇരുന്നാണ് കാര്യം പറയുന്നത്. അപ്പൊ ഇവിടെയും വരുന്ന ആൾക്കാർ ഇതാണ്. ഇന്ന് 74 വയസ്സുള്ള ഒരമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. 27ാമത്തെ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് 27ാമത്തെ വയസ്സിൽ ഭർത്താവുമായി ഡിവോഴ്സ് ചെയ്തു. കാരണം മദ്യപാനം. ആ കുട്ടിയെ വലിച്ചെറിഞ്ഞു. ആ കുട്ടിയെ ഇവിടുത്തെ വിന്റർ സമയം എന്ന് വെച്ചാൽ ഭയങ്കര സ്നോയാണ്. എന്നോട് പറയുക, ചെരുപ്പിടാതെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് വെളിയിലേറി, ഫോൺ പോലും എടുത്തില്ല, വേറെ വീട്ടിൽ ചെയ്ത് ഫോൺ വിളിച്ച് പോലീസ് വന്ന് അങ്ങനെ ഒരു ട്രാൻസിഷൻ ഒരു ഹോമിലാക്കി അവരെ. ഞാൻ പറഞ്ഞത് ഭയങ്കര, അത് ഇങ്ങനെ തിരിച്ചറിവില്ലാത്തവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ഒരു വിപത്താണ്. ഓരോരുത്തരുടെ അനുഭവം, വലിയ വലിയ നിലയിലിരിക്കുന്നവരും ഒക്കെ ഭയങ്കരമായി അധപ്പതിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഇത് അവനവൻ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ട്രീറ്റ് ചെയ്ത് പലരും വലിയ കേസുകളിൽ പെട്ട് കോടതിയിൽ പോയി ഇന്ന് ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടും പിന്നെയും പോയി കുടിക്കും. അങ്ങനെ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവനവനെ കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വയം അവേർഷൻ ചെയ്യാൻ തെറാപ്പി പറ്റാത്ത. എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എല്ലാവരും എങ്ങനെ ഏറ്റെടുക്കും. ചിലവര് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് 10 പേര് കെട്ടി പിടിച്ചോണ്ട് വലിച്ചോണ്ട് വരാൻ നേരത്ത് അവരൊന്നും രക്ഷപ്പെടും. അവർക്കല്ല ആവശ്യം, കൂടെ ഉള്ളവർക്ക് ആവശ്യം, അവനവന് ഇല്ല. അപ്പൊ ഈ അവേർഷൻ തെറാപ്പിയൊക്കെ പോകുമ്പോൾ എനിക്ക് വില്ലിങ് ആയിട്ട് എന്ത് കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടും. ഇതൊന്നും അല്ല, ഏത് കാര്യം ചിന്തിച്ച് നോക്കിയേ. നമ്മൾ താല്പര്യത്തോടാണെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാം മോർണിംഗ് സർക്കിൾ ഇരിക്കും, നമുക്ക് എന്തോ ഒരു ആവശ്യം, എന്തോ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 5 മണിക്കായാലും 4 മണിക്കായാലും, നാളെ ഇന്ന് 4 മണിക്ക് വെച്ചാലും എല്ലാവരും വരും. കാരണം നമുക്ക് എന്തോ അതിൽ നിന്ന് ആവശ്യമുണ്ട്, അല്ലെ കിട്ടുന്നുണ്ട്. അത് വലിയൊരു പ്രയോജനമാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ്. ആവശ്യമില്ലാത്തവർക്ക് അത് ചെയ്യില്ല. മനസ്സിലായോ? ഇത് ഇതിന്റെ കൂട്ടാണ്. ഏത് തെറാപ്പി പോയാലും അവനൊരു താല്പര്യം ഉണ്ടാണ്, എനിക്ക് രക്ഷപ്പെടണമെന്ന്. പക്ഷെ ഇത് പാടാണ്. പക്ഷെ ആ വിൽ പവർ നമുക്ക് ഉണ്ടാവണം. രക്ഷപ്പെടുന്ന കുറേ പേരുണ്ട്. എത്രയോ വർഷം, 20 വർഷം കുടിച്ചിട്ടും പിന്നെ കുടിക്കാതെ മദ്യപാനത്തിൽ നിന്ന് വിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. സാധാരണ പക്ഷെ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിസ്സാരമല്ല, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് അവർ നിൽക്കുന്നത്. ഈവൻ സ്മോക്കിംഗ് ആയാലും ഒക്കെ നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായ കാര്യമാണ്. പക്ഷെ സാധിക്കും. അതാ ഞാൻ പറഞ്ഞത്, അസാധ്യമായതില്ല, എല്ലാം നമുക്ക് സാധിക്കും.
ഓക്കെ സാർ, താങ്ക് യു. യു വെൽക്കം. Good ഹലോ morning. സാർ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Sorry, ഓക്കെ. sorry. ഇങ്ങനെയുള്ള രോഗികളെ നോക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ബിക്കോസ് എനിക്ക് ഇത് ഭയങ്കര വേദനാജനകമാണ് ഇവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതും. ഇപ്പോൾ സാർ പറഞ്ഞില്ലേ ഹോംലെസ് പീപ്പിൾ, ഞാൻ കാനഡയിൽ തന്നെ ജോലി ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. അതിന് ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ്, ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്. അപ്പം അതിന് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? നല്ലൊരു ചോദ്യമാണ്. എനിക്ക് പേര് ഐഫോൺ എന്നാ കാണിക്കുന്നത്. പേരെങ്ങനെയാണ് മാഡത്തിന്റെ? എൻ്റെ പേര് ജിഷ. ജിഷ. ഇവിടെയാണോ, കാനഡയിലാണോ? അതെ അതെ. ഓക്കെ. യാ അപ്പം എനിക്ക് പറയാനുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ചിലവരുടെ ഇവിടുത്തെ കഥകൾ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടുന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ അവരുടെ മുമ്പില് നമ്മളൊന്നും കാണിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാനും അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. ഇത് കേൾക്കാൻ നേരം നമ്മുടെയും ഹൃദയം പൊട്ടും, വേദനിക്കും. പക്ഷെ നമ്മൾ അവരോട് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല സാറ്, പിന്നെ നമ്മള് ഞാൻ എന്നെ അവരോട് സംബന്ധിച്ച് നമ്മള് സോറി പേഴ്സണലായിട്ട് സാർ. എടുക്കാറില്ല ഞാനത്. കാരണം എൻ്റെ ഒരു ഉദാഹരണം പറയാൻ നേരത്ത് പലരും പറയും ആ പറയുന്ന സമയത്ത് മാത്രം ഞാൻ കേൾക്കും. അവർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് അടുത്തൊരു ക്ലയന്റിനെ എൻ്റെ ആ മോഭാവം മാറുമ്പോൾ അവര് വന്നത് അവർ പ്രശ്നം പറയാനാ. ഞാൻ ഡള്ളായിരിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് എന്നോട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്നി ഞാൻ പോയി നടക്കും, അല്ലെങ്കിൽ ഞാനൊരു മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഡൈവേർട്ട് ചെയ്യും. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ അങ്ങ് എടുക്കത്തില്ല. അവരെ കാണാൻ നേരം ഞാൻ കാര്യങ്ങൾ ഓർക്കും, അന്നേരം പറഞ്ഞു കൊടുക്കാനൊക്കെ ചെയ്യും. പിന്നെ മാം ചോദിച്ചതിന്റെ കൂട്ട്, ഞാനും എൻ്റെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ ഇതെല്ലാം നമ്മുടെ ആൾക്കാരാകുമ്പോൾ നമ്മൾ ഇച്ചിരി പേഴ്സണലായിട്ട്, പക്ഷെ നമ്മളൊരു ഡിസ്റ്റൻസ് വെച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരെ അല്ലെങ്കിൽ നമ്മൾ ബലഹീനരാകുമ്പോൾ അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? അപ്പം നമ്മൾ അവരെ രക്ഷിക്കാവുന്ന ഒരു രീതിയിൽ നമ്മളും മാറ്റേണ്ടത്, നമ്മൾ അതിലേക്ക് വീണു പോകാതെ പ്രത്യേകിച്ച് അവര് നമ്മളെ പിടിച്ച് താഴ്ത്തിയിടാതെ നമ്മൾ അവരെ പിടിച്ച് രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് മാം പറഞ്ഞു, ആദ്യകാലങ്ങളിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ നേരത്ത് ഭയങ്കരമായി ഞാൻ അതായത് ഓവറായിട്ട് അവരെ സപ്പോർട്ടും ചെയ്ത് ഓവറായിട്ട് നമ്മള് അവരെ രക്ഷപ്പെടുത്തി. എനിക്ക് പറ്റിയൊരു സംഭവമാണ്. ഞാൻ വിചാരിച്ചു അവരെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ഞാൻ ഉറക്കം ഊണും എല്ലാം കളഞ്ഞ് അങ്ങനെ ചെയ്തു. അത് എനിക്ക് നെഗറ്റീവായിട്ടുണ്ട്. അവര് രക്ഷപ്പെടത്തില്ല. അത് രക്ഷപ്പെടാത്തത് കാരണം ഞാൻ പേഴ്സണലായിട്ട് എടുത്തു. എനിക്കത് ഭയങ്കര വിഷമമായി. അയ്യോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് അവർ രക്ഷപ്പെട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു ബൗണ്ടറി നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അത് നമുക്ക് നമ്മള് ഒരു ആസ് എ കൗൺസിലർ നമ്മളൊരു മിററാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. മാറ്റം വരേണ്ടത് അവരുടെ കാര്യമാണ്, അവരാണ്. ഉദാഹരണം, ഞാൻ എൻ്റെ മുഖത്തൊരു അഴുക്കിരിക്കുക, ഞാൻ കണ്ണാടി നോക്കിയിട്ട്, കണ്ണാടിയുടെ പർപ്പസ് എന്ന് പറയുന്നത് കാണിച്ചു തരിക എന്നാണ്. ഞാൻ കൈ കെട്ടി നിന്ന് കഴിഞ്ഞാൽ കണ്ണാടി വന്ന് എടുത്തു കളയത്തില്ല. കണ്ണാടി കാണിച്ചു തന്നു, രക്ഷപ്പെടണോ മാറണോ എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തു കളയണം. അല്ലാതെ കണ്ണാടി വന്ന് എടുത്തു കളയും. നമ്മളെല്ലാം ഒരു മിററാണ്, നമുക്ക് കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ കൂട്ട് രക്ഷപ്പെടുത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒരു പണം ചെലവാക്കാം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാറേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ മാം ചോദിച്ചതിന്റെ കൂട്ട് നമ്മള് ആ ഒരു ക്ലയന്റിനെ മനസ്സിലാക്കി നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ അതിലേക്ക് ഇച്ചിരി കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് അവരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതെ, താങ്ക് യു സാർ. ഞാൻ അല്ല അവരുടെ മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, പക്ഷെ ആ എൻ്റെ ഓൺ പേഴ്സണൽ തിങ്കിങ്ങിൽ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ എനിക്ക് ഓക്കെ. ഞാൻ സാഡാവും. ആ അല്ല, അത് നമ്മളെ ബാധിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്ട്രോങ് ആയിട്ടായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ അബദ്ധമാണ്, ഞാൻ ആദ്യകാലങ്ങളിൽ ഓവറായിട്ട് ഇവരെ അങ്ങ് സപ്പോർട്ട് ചെയ്തു. രക്ഷപ്പെട്ടെങ്കിൽ കുഴപ്പമില്ല, രക്ഷപ്പെടാതോടെ ഇരിക്കാൻ നേരം നമ്മളെ ബാധിച്ചു, എന്നെ നന്നായി ബാധിച്ചു. എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ കരഞ്ഞു. ഞാൻ എന്റെ എന്റെ കൂടെയുള്ള കൗൺസിലേഴ്സിനോട് അവരെന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ഓവറായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയത്. അതെ, അപ്പൊ നമുക്ക് എങ്ങനെയല്ല അവർ രക്ഷിച്ചേ പറ്റൂ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ആ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ അതെ നമ്മുടെ അതെ. കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ എന്റെ പേഴ്സണലാണ്. ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങള്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോടതിയിലൊക്കെ പോയ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരാൻ നേരത്ത്
ഞാനല്ല തീരുമാനം എടുക്കുന്നത്, അത് ക്രൗൺ ആണ് ഇവിടുത്തെ തീരുമാനം. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ആ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് എന്റെ ഒരു പ്രെയർ ഉണ്ട്. ആ പ്രെയറിൽ അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പേഴ്സണലായിട്ട് എന്നെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്കൊരു വഴി ഓക്കെ. കാണിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ സോബറായിട്ട് നിൽക്കാനുള്ള ഒരു ശക്തി കൊടുക്കണേ. ഇങ്ങനെയൊക്കെ ഞാൻ എന്റെ പ്രാർത്ഥന ഉൾക്കൊള്ളും. പക്ഷെ അവരോടൊന്നും പറയത്തില്ല, അതെന്റെ പേഴ്സണലാണ്. പക്ഷെ ഞാൻ എന്റെ അന്നത്തെ ഒരു അനുഭവം കൊണ്ട് ഞാൻ ഒരു ബൗണ്ടറി ഇട്ട് പേഴ്സണലായിട്ട് എടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രൊഫഷണലെ ബാധിക്കും, എനിക്ക് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, അത് താങ്ക് യു സാർ. അത് താങ്ക് യു നല്ല വെരി മച്ച്. വിഷമം കാര്യമാണ് വരും സാർ. കേട്ടോ. മാം പറഞ്ഞതിട്ട് വിഷമം വരാറുണ്ട്. അവർ അവസ്ഥ ഇന്ന് തന്നെ 74 വയസ്സുള്ള അമ്മച്ചി വന്നപ്പോ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അത് ഞാൻ കാണിക്കാതെ അവരെ എങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇച്ചിരി കൂടെ ഇപ്പൊ ഞാൻ ഇന്ന് അവർക്കൊരു തെറാപ്പി ഒക്കെ കൊടുത്തപ്പോ അമ്മച്ചി പറഞ്ഞു, ഓ ഇപ്പൊ എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ഈ പ്രോബ്ലം ഒന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിലും ചെറിയ ഒരു ദിവസത്തെ ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റിയോ, അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സാർ സാർ. ഈ പറഞ്ഞ മെത്തേഡ് നല്ല. അതുപോലെ തന്നെ കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതറിയാവോ? അത് നമുക്ക് അങ്ങനെ ആ ക്ലയന്റുമായിട്ടുള്ള ബന്ധം നമുക്ക് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് പഠിക്കുകയാണെങ്കിൽ ശരിക്കും നല്ലതാ. ഈ ഒരു സംഭവത്തിൽ നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല. അപ്പൊ അതൊരു നല്ല കാര്യമായിരിക്കും തോന്നുന്നു. ഞാനിത് ഇവരെയൊക്കെ പല ഇൻസിഡന്റ് കേൾക്കുമ്പോഴും എന്നെ ബാധിക്കാത്ത രീതിയിലാണ്. കാരണം ഞാൻ അടുത്ത ആളെ ഫോക്കസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങ് ഹൃദയത്തിൽ ഏറ്റെടുക്കത്തില്ല. ഞാനൊരു ബൗണ്ടറി വെക്കും, പക്ഷെ അവരെ ഓർത്ത് പ്രയറി പറയും, പക്ഷെ ഞാൻ അങ്ങ് ഫുള്ളായിട്ട് ഓക്കെ, ഏറ്റെടുക്കത്തില്ല. അതെ, എന്താ നല്ലൊരു ജിഷാമ പറഞ്ഞ എന്താ കോഡ് കട്ടിങ്? കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോസസ്സാ അത് നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ക്ലയൻസുമായിട്ട് നിരന്തരം ബന്ധങ്ങൾ നമ്മൾ കൗൺസിലിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഇത് മാറും. അപ്പം ഓക്കെ. അതങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് അതിനകത്ത്. ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാറില്ല, ഞാൻ ഇവിടെ വെച്ചിട്ട് പോവല്ല. ജിഷ മാം അതൊരു ദിവസം എന്നാ മാം പ്രസന്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ ഓക്കെ, ചെയ്യാം. ഓക്കെ സാർ നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് എന്റെ രണ്ട് എക്സ്പീരിയൻസ് പറയാനുള്ളത്. ഒന്ന്, ഒരു കേസ് വന്നതാണ്. ഞാൻ മനസ്സിലാക്കിയതിൽ നല്ലൊരു ഭാഗവും ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഒരു കേസ് വന്നതില് ചെറുപ്പത്തില് അപ്പന്റെ കൂടെ തന്നെ ഡ്രിങ്ക്സും പാനും ഒക്കെ ഉപയോഗിച്ച് ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയി. എന്നിട്ട് വൈഫിന്റെ അടുത്ത് വലിയ പ്രശ്നമായി, വയലൻസ് ആയി, പുള്ളിക്കാരൻ തന്നെ താൻ സൂയിസൈഡ് ആ ഒരു ഇതൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കേസ് വന്നത്. അപ്പം അതൊരു ചെറുപ്പത്തിലെ ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ തന്നെ വളർന്നു വന്നത് കൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി. രണ്ടാമതായി വേറെ അതിലും കൂടുതലായിട്ട് എനിക്ക് വളരെ എന്നെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു സംഭവം ഉള്ളത് എന്റെ ഒരു ബന്ധു തന്നെയാണ്. ഈ കുട്ടിയുടെ ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ ഈ മസ്റ്റ് ബി ഇൻ ഹിസ് ലേറ്റ് 40s ഒക്കെ ആയിരിക്കും. പുള്ളിക്ക് അപ്പൻ ഭയങ്കര കൺട്രോളിങ് ആണ്. ഭയങ്കര കൺട്രോളിങ് ആയിട്ട് കോളേജിൽ പഠിക്കാൻ പോയ അന്നേരമാണ് ഫ്രീഡം കിട്ടി. പുള്ളി പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഡ്രിങ്ക്സിലേക്ക് ചെന്ന് വീണു. എന്നിട്ട് സ്നേഹിച്ചൊരു പെണ്ണിനെ കെട്ടി. പക്ഷെ ആ പെങ്കൊച്ചിന് അറിയാമായിരുന്നു ഇവൻ ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ അവരുടെ ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അവള് പറഞ്ഞില്ല, ഞാൻ ശരിയാക്കിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവര് കല്യാണം കഴിച്ചു. ഇപ്പൊ 2 മക്കളുണ്ട്. 2 മക്കളും വലിയ പിള്ളേരായി, അവർ പഠിക്കുകയാണ്. പക്ഷെ അവൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഡ്രിങ്ക്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പം ഭാര്യ മക്കളും ഒക്കെ വേറെയായി, അവരുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. വളരെ പ്രശ്നമാണ്. കാരണം അവര് ഒട്ടും ടോളറേറ്റ് ചെയ്യത്തില്ല, അവരങ്ങ് മാറി. ഇപ്പൊ അപ്പന്റെ അമ്മയും 80+ ആണ്. അവരുടെ കൂടെയാണ് പുള്ളി താമസിക്കുന്നത്. ഈ പുള്ളിയെ ഇവരെ ഒരു 7 പ്രാവശ്യത്തിൽ കൂടുതൽ ഇവന് സമ്മതിക്കത്തില്ല. ഇവനൊരു ഇൻസൈറ്റ് ഇല്ല. അവൻ പറയുന്നത് നിങ്ങൾ എന്റെ ജീവിതം തകർത്തു, അപ്പം എനിക്ക് സന്തോഷം ഇതാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കും. അങ്ങനെ അപ്പന്റെ അമ്മയുടെയും കൂടെ ഇവൻ താമസിക്കുകയാണ്. 7 പ്രാവശ്യം കൊണ്ടുപോയി പ്രയോജനം. കാരണം അവരവർക്കൊരു തിരിച്ചറിവില്ലല്ലോ, ഇത് മാറണമെന്ന് പുള്ളിക്കൊരു വിചാരമില്ല. പക്ഷേ ഈ അപ്പനും അമ്മയ്ക്കും, ഈ പ്രായമായിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും ഭയങ്കര വിഷമാണ്. അവര് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയ എങ്ങനെയോ ഇവന് സപ്ലൈ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എപ്പോഴും ഈ വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം
ചെറുപ്പത്തിലുള്ള ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള പേരന്റിങ് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പിള്ളേർ പിന്നെ ഇതുപോലുള്ള പ്രശ്നത്തിലൊക്കെ ചെന്ന് പെട്ടിട്ട് അവരുടെ ലൈഫ് തന്നെ മറ്റുള്ളവരുടെ ലൈഫും കൂടെയുള്ളവരുടെ ലൈഫും എല്ലാം നശിപ്പിക്കും. പക്ഷെ ഇൻസൈറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? യാതൊരു വിധത്തിലും നമുക്ക് അവരെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു രക്ഷപ്പെടുത്താൻ വലിയ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ചെറുതായിട്ടെങ്കിലും ഒരു ഇത് വന്നാലല്ലേ അവരെ അതെ ഇങ്ങനെ സോറി മെഡിസിൻ അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഇൻസൈറ്റ് ഇല്ല. അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. സാർ പറഞ്ഞ പോലെ ഭയങ്കര ഒരു വിപത്ത് തന്നെയാണ്. അത് അനുഭവിക്കുന്നവർക്കും ആ കുടുംബത്തിനും എല്ലാം. താങ്ക് യു. നല്ല അത് ക്ലാസ് അവര് ആയിരുന്നു. തിരിച്ച് താങ്ക് യു മാം. അവര് മനസ്സിലാക്കുന്ന അവർക്കത് പ്രശ്നമില്ല, കൂടെ ഉള്ളവർക്കാണല്ലോ പ്രശ്നം. അവരോട് നമ്മൾ ചോദിക്കും കുടുംബത്തിൽ പ്രശ്നമുണ്ടോ, ജോലിയിൽ പ്രശ്നമോ? എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ നിങ്ങൾ ഭാര്യ പറഞ്ഞല്ലോ അത് അവർക്ക് പ്രശ്നം, എനിക്ക് മദ്യപിക്കുന്ന ഒരു പ്രശ്നം. അങ്ങനെയുള്ളവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാം പറഞ്ഞത് ശരിയാണ്. ഞാനീ പറഞ്ഞ ഈ പയ്യന്, എന്റെ ബന്ധുവായ പയ്യന്, അത് അപ്പനോടും അമ്മയോടും ഒരു റിവെഞ്ച് എടുക്കുന്ന പോലെയാണ്. നിങ്ങൾ എന്റെ ജീവിതം കളഞ്ഞു, എന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് എന്നെ ഇങ്ങനെ ആക്കി. അപ്പൊ ഞാൻ ഇതിനി ഇങ്ങനെ ജീവിക്കും, ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ഇഷ്ടമാണ്, എന്തൊക്കെയാണേലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിപ്പോയി. ചിലവർ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ചിലവർ എന്റെ അപ്പം മദ്യപിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റെടുക്കാത്തവരും ഉണ്ട്. നല്ലോണം ജീവിക്കുന്ന മക്കളുണ്ട് കേട്ടോ. അതും എനിക്ക് ഉദാഹരണം കുറെ ഉണ്ട്. എന്റെ വീട്ടിൽ എന്റെ അമ്മ കഷ്ടപ്പെട്ടത് അതുപോലെ ഞാൻ കല്യാണം കഴിക്കും, എന്റെ ഒരു സ്ത്രീ അങ്ങനെ വിടരുതെന്ന് പറഞ്ഞ് നന്നായി ജീവിക്കുന്നവരും മദ്യം തൊടാതെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഗുഡ് മോർണിംഗ് അബി സർ. വണ്ടർഫുൾ സെഷൻ. ഗുഡ് മോർണിംഗ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ദോ വി ആർ അവെയർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈച്ച് ഇൻഡിവിജ്വലുടെ മൈൻഡ് സെറ്റ്. അത് ഐ ഡോണ്ട് നോ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് ഗുഡ് എന്താണ് ബാഡ്. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഗുഡ് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സൊസൈറ്റി ഫ്രം ചൈൽഡ്ഹുഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അവിടെ എവിടെ പിന്നെ പല കാരണങ്ങളാണ് ഈ ആൽക്കഹോളിസമിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ കേട്ടു സർ അതിനെ കുറിച്ചിട്ട് സർ ഒന്ന് സാറുടെ ഒരു വോട്ട് സേവ് നോളജ് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ദറ്റ് ഈസ് ജീൻസ് ഓൾസോ ഈസ് എ കോസ് എന്നുള്ളത് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കേട്ടതാണ്. 4 generations or 7 generation അറിയില്ല. അതിലത്തെ ഒരു ജനറേഷനത്തെ ആള് മീൻസ് ഇൻ 4th generation there will be surely one person through the genes who will become an alcoholism. അത് കേട്ടപ്പോ എനിക്ക് വളരെ ഈവൻ ദാറ്റ് വൺ ഫാമിലി ജസ്റ്റ് ബിക്കോസ് ഓഫ് ജീൻസ് എഫക്റ്റ് ആവുമ്പോ പിന്നെ ഞാൻ കേട്ടിട്ടില്ല എവിടെയും, ഞാനും വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. സാറുടെ നോളജ് ഇതിനെ കുറിച്ചിട്ട് ദാറ്റ് ഇസ് ജീൻസ് ഈസ് എ കോസ് ഫോർ ആൽക്കഹോളിസം. ദാറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. ബാക്കി നമ്മളായിട്ട് ഫ്രണ്ട്സ് സർക്കിളോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയണ മാതിരി റിവെഞ്ച് അൺകൺസേൺഡ് ആണ്, അങ്ങനെ ആൽക്കഹോളിസം ആവുന്നത് സെൽഫ് ആണല്ലോ. സോ അതെ. പക്ഷെ ജീൻസിനെ ബ്ലെയിം ചെയ്യുമ്പോ വാട്ട് വിൽ ദ പേഴ്സൺ ഡു? ഇറ്റ് ഈസ് കമ്മിങ് വിതിൻ ഫ്രം വിതിൻ യു എന്നുള്ളത് കുറിച്ച് സാർ ഒന്ന് ഉണ്ടെങ്കിൽ ഇൻഫോർമേഷൻ തന്നാൽ നന്നായിരിക്കും. താങ്ക് യു. വണ്ടർഫുൾ സെഷൻ സർ. അതും ഒരു ഹെർഡിൽ നമ്മളൊരു പാരമ്പര്യമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതും ഒരു ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ചിലവര് അങ്ങനെ ഒരു ഇത് നമുക്ക് എന്തിനും ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ റിയാബിൾ സെന്റർ ആയാലും മെഡിക്കൽ ആയാലും നമുക്കൊരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. ജീനാണ് ഒരു ഫാക്ടർ എങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതെല്ലാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് തന്നെ ഒരു പ്രെയർ ഉണ്ട്. പ്രയറിൽ തന്നെ പറയുന്നുണ്ട് മാറ്റേണ്ടതിനെ മാറ്റുവാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുവാനും ഉള്ളൊരു പ്രശാന്ത മനസ്ഥിതി ഞങ്ങൾക്ക് തരണമേ എന്ന്. അതായത് മാറ്റാൻ പറ്റുന്നവയെ മാറ്റുവാൻ, മാറ്റാൻ പറ്റാത്തവയെ സ്വീകരിക്കാൻ. ഇപ്പൊ നമ്മൾ മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. നമുക്ക് സൂര്യൻ വരുന്നു, ചന്ദ്രൻ വരുന്നു, ഇതിനെയൊന്നും രാവിലെയും പകലും ഇതിനെയൊന്നും നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. പക്ഷെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോ മാം പറഞ്ഞതിന്റെ കൂട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ട്രീറ്റ് ചെയ്തു ഇപ്പൊ ജീൻ്റെ ആയാലും എന്തുവായാലും ആ പാരമ്പര്യമാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ. എനിക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക. ശരിക്കും പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രെയർ ഇപ്പൊ സാറ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകവും ഇത് തിരിച്ചറിയാനുള്ള വിവേകവും Yes. ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ഒരു ഉണ്ട്. ഞാനും ഇപ്പൊ പറയണം വിചാരിച്ചു, മിസ്സായി പോയി സാറുടെ പോയംസ്.
ദോ എനിക്ക് ഫുള്ളി മനസ്സിലായിട്ടില്ല, ബട്ട് ഒരു ട്രെയിനിങ് സെഷനിൽ ദിസ് ക്യാൻ ബി ഇൻക്ലൂഡഡ്. ഇറ്റ് വാസ് വെൽ ഇൻക്ലൂഡഡ് ഇൻ ദി പ്രോഗ്രാംസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ബോബി മാം ആണോ? ഞാൻ സൗണ്ട് കേട്ടാ ശരിയാണോ? എനിക്കുള്ള പേര് കാണുന്നില്ല. അതെ അതെ, ഞാനാ. ആണോ? ഓക്കെ ഓക്കെ സാറേ. അതായത് നല്ല ടോപ്പിക്കായിരുന്നു കേട്ടോ. പിന്നെ ശരിയല്ലോ, നല്ല ആ വ്യക്തി നല്ല കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അയാള് ഈ ഒരു അതായത് അഡിക്റ്റഡ് ആവുന്ന അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നത് അല്ലെ, എന്തൊക്കെയോ റീസൺസിന്റെ പേരിൽ. പക്ഷേ ഇയാൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് ശരിക്കും ഒരു കോൺഷ്യസ് അല്ല ഈ അവസ്ഥയെ കുറിച്ച്. അയാൾക്കത് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും അല്ലെ സാറേ ശരിക്കും. അപ്പോ നമ്മള് ഫാമിലി മെമ്പേഴ്സ്, പ്രത്യേകിച്ചും വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകള്, നമ്മുടെ നൈബേഴ്സ്, അവർക്കൊക്കെ ഒരു ഭയങ്കര റോൾ ഉണ്ട്. അയാൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയുള്ളവരെല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് അവര് വേണം കോൺഷ്യസ് ആയിട്ട് ഇയാളെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് കൊണ്ടുവരേണ്ടത് അല്ലേ. അതായത് അത് പെട്ടെന്ന് ഒരു ദിവസം അയാളെ കെട്ടിവലിച്ച് ഒരിടത്ത് കൊണ്ടുവന്ന് നമുക്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോസിബിൾ എന്ന് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ അയാളുടെ കൂടെ ചേർന്ന് നിന്ന് വളരെ സ്ലോ ആയിട്ട് മാത്രമേ അയാളെ നമുക്ക് പതുക്കെ പതുക്കെ ഒരു റീഹാബിറ്റേഷൻ സെന്ററിലോ, നമ്മൾ ആ ഒരു ഇന്നസെന്റിന്റെയും ദിലീപിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു, അച്ഛനെയും കൊണ്ട് കോട്ടയില് ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന ഒരിതുണ്ടല്ലേ, എപ്പോ പോയാലും എത്ര ക്ഷമയോടെ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കി തിരിച്ചു വന്ന് വീണ്ടും പോയി അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അവിടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, ഒരാള് ചെന്ന് പെട്ടുപോയാൽ അവിടെ ഒത്തിരി സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അവര് വിചാരിക്കും ലൈഫിൽ ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു എൻജോയ്മെന്റ്, പിന്നെ ഫ്രണ്ട്സ്, അപ്പം മാത്രമായിരിക്കും ഫ്രണ്ട്സ് സന്തുഷ്ടരായിരിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കാൻ ഒക്കെ വേണ്ടിയായിരിക്കും ഇവർ ഈ പോയി പെട്ടുപോകുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവരെ പതുക്കെ കൊണ്ടുവരാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും, അതുപോലെ അത് സാർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ നമുക്ക് ഒരു മാം ജിഷ മാം ആണോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ എങ്ങനെ ഇതിനെ ഒന്ന് നമുക്ക് അഫക്ട് ചെയ്യാതെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ എങ്ങനെ ഇരിക്കുമെന്ന്. സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ്. അതായത് നമ്മൾ ആദ്യം ആ ഒരു കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടായിരിക്കുമല്ലോ ഈ ജോലി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ഓർക്കും ഇവരെ എന്തായാലും ചേഞ്ച് ചെയ്തെടുക്കണം, നമ്മുടെ എയിം അതാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഫീലിങ്സ് വരും. പകരം നമ്മൾ ഇവരെ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്ന ഒരു ശക്തി, അവരെ അങ്ങ് ഏൽപ്പിക്കുക. നമ്മളെ കൊണ്ട് എന്താണ് സാധിക്കാൻ പറ്റുന്നത് അതിന് നമ്മളെ ഒരു ഉപകരണം ആക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. നമ്മളല്ല ഇത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വരുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസും അത് തന്നെ, നമ്മൾ ആരെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ശക്തി തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്യുമെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഞാനൊരു ഇത് പറയാം. നമ്മൾ വലിയ ഫേമസ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ് അങ്ങനെയൊക്കെ ഉള്ളവര്. അപ്പൊ അവര് ഇപ്പൊ ഒരു കോമഡി ഫിലിം ചെയ്യുമായിരിക്കും 1 hour 10 to 11. അവര് തന്നെ ഒരു 5 minutes ലേറ്ററോ അല്ലെ 10 minutes ലേറ്ററോ അവര് ഭയങ്കര സീരിയസ് ആയ പൊട്ടിക്കരയുന്ന, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് അല്ലെ മരിച്ചു പോയ വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയൊക്കെ അവര് ചെയ്യും. അപ്പൊ അവരത് എങ്ങനെയാണ് പെട്ടെന്ന് അവരുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്തത്? അവര് മനസ്സിലാവുകയാണ്, ഞാൻ ഒൺലി ആക്ടർ, ഞാനൊരു ആക്ട് ചെയ്യാണ്, എന്റെ ജോബാണത്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ പാഷൻ അത് നമുക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മൾ ഒരു ടൂള് മാത്രമാണ്. അതായത് ഞാൻ ഇത് എവിടുന്നോ കേട്ട ഒരു കോട്ടാണ് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ കുട്ടികളെ തല്ലും, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ വഴക്കു പറയും, അയ്യോ ഇവരങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ കുട്ടിക്കാലമോ നമ്മൾ ചെയ്ത തെറ്റുകളോ ഒന്നും നമ്മൾ ഓർക്കില്ല, പകരം നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവരുടെയും കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കുട്ടികളെന്നും പറയുന്ന നമ്മുടെ ഒന്നുമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിനെ നമ്മൾ എങ്ങനെ പോളിഷ് ചെയ്യുന്നു, എങ്ങനെ അവർക്കുള്ള സിറ്റുവേഷൻ, അതായത് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന്
അതായത് അവരെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാനുള്ള ഇപ്പൊ മെന്റർ എന്ന വേർഡാണ് ശരിക്കും കറക്റ്റ്. നമ്മളിപ്പോ ഞാൻ അമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ അച്ഛനാണ്, ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഇവരെ എന്തോ ചെയ്ത് ഞാൻ ഇവരെ എന്റെ രീതിയിലാക്കി എടുക്കണം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അവര് ഒരു ദേ ആർ യുണീക്ക്. അപ്പൊ അവര് അവരുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്യട്ടെ. നമ്മളിവിടെ ഒരു 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 ടൂള് മാത്രം. ഞാൻ അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു നമ്മുടെ മൈൻഡിൽ വരില്ല. നമ്മുടെ ചുറ്റിലും ഹസ്ബൻഡ് എങ്ങനെയാണ്, കുട്ടികൾ എങ്ങനെയാണ്, നമ്മുടെ ഫ്രണ്ട് എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ നോക്കണ്ട. അവരവരാണ്, നമ്മൾ നമ്മളാണ്. അപ്പൊ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, നമുക്കൊന്നും വയ്യാതെ നമ്മൾ തകർന്നു പോകും. എനിക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പൂജാമുറിയിലൊക്കെ കയറിയിട്ട് മണിക്കൂറുകളോളം എന്ത് ചെയ്യണമെന്ന് അറിയാതൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മള് വിചാരിക്കുക നമ്മളെ പോലെ അവരും ഒരു യുണീക്ക് പേഴ്സൺ ആണ്. അവർക്ക് അവരുടേതായ ഇതുണ്ട്. അവരും ട്രൈ ചെയ്യുന്നുണ്ടാവും അവരുടെ ലെവലിൽ ബെസ്റ്റ് ആയിട്ട്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നു, നമ്മൾ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. പിന്നെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് നടക്കുക എന്നുള്ളതല്ല, ഒരു ഇന്നർ പേഷ്യൻസ്, ഒരു മനസ്സിന് ഉള്ളിലുള്ള ഒരു സമാധാനമാണ്. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. അപ്പൊ പിന്നെ നമ്മളെല്ലാം ഓക്കെ ആയിരിക്കും. ഏത് ബഹളത്തിലും നമ്മൾ നമ്മളായിരിക്കാനും, ഏത് സമയത്തും നമ്മൾ ആ ഇന്നർ ഹാപ്പിനെസ് ഫീൽ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ താങ്ക് യു സാർ, സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ താങ്ക് യു സർ. കാര്യമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ കാനഡയിലൊക്കെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കും അല്ലേ, അവിടെയൊക്കെ നമ്മൾ ഓർക്കും ഓരോ രാജ്യത്തിന് പ്രത്യേകമാണ് പ്രശ്നങ്ങളും ഇതുമൊക്കെ എന്ന്. പക്ഷെ എല്ലായിടത്തും ആളുകൾ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. എന്റെ മോക്ക് +2 കഴിഞ്ഞപ്പോ കാനഡയിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ആൾക്ക് എല്ലാം വന്നു, പിന്നെ ഈ കോൾ ലെറ്റർ ഒക്കെ വന്ന്, അത് കഴിഞ്ഞിട്ട് വിസ മാത്രം വരേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പം ആൾക്ക് പിന്നെ പോവാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ അമൃതാനന്ദമയുടെ നല്ല ഭക്തരാട്ടോ. എന്റെ വീട് അതിന്റെ അടുത്താ. അപ്പൊ ഒരു പ്രാവശ്യം അവിടെ പോയപ്പം കാനഡയിലുള്ള ഒരു അമ്മച്ചി, ഒരു സാർ പറഞ്ഞ പോലെ 74 എന്തോ ആണ് തന്നെ ഏജ്. പക്ഷെ പറയൂല, നല്ല വൈറ്റ് ഫ്രോക്ക് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായ ഒരു അമ്മച്ചി. അപ്പൊ എങ്ങനെയോ ആ അമ്മയായിട്ട് എന്റെ മോക്ക് വർത്താനം പറയും. കുറെ സമയം കിട്ടി. അവർ രണ്ടുപേരും കൂടെ കടലിന്റെ തീരത്തൊക്കെ നിന്ന് കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ടേ, എന്റെ മോളെ നീ എന്തിനാ ഇവിടുന്ന്, ഇങ്ങനെയാ വിളിച്ച മൈ ഡോട്ടർ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സ്നേഹമായിട്ടാ, നീ എന്തിനാ ഇവിടുന്ന് ഇത്രയും സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ നോക്കുന്നു, ഇവിടെ നിൽക്കുന്നതല്ലേ സുഖം എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനൊന്നും അല്ല, എവിടെയും സുഖം തന്നെയാണ്. ആൾക്ക് പോവാനൊന്നും പറ്റിയില്ല. എങ്കിലും ആ അമ്മച്ചി അവിടെയുള്ള റിലേറ്റീവ്സിന് ഉള്ള സ്വത്തൊക്കെ കൊടുത്തിട്ട് കുറച്ച് എല്ലാ പ്രാവശ്യവും കുറേ നാൾ നമ്മുടെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും. അവര് പറയുന്നത് ഇവിടെയാണ് സുഖം. അപ്പൊ നമുക്ക് എവിടെ സുഖം കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ തോട്ട്സ് അനുസരിച്ചാണ്. അപ്പൊ ഞാനിത് പറഞ്ഞ് നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ഇതൊക്കെയാണ് ഏറ്റവും വലുത്. നമ്മൾ തിരിച്ചറിയണമെങ്കിലും നമുക്കതിനൊരു സമയമുണ്ട്. അതുവരെ നമ്മൾ കുറച്ചൊക്കെ സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ അതിന്റെ കുറച്ചൊരു ജേർണി മാത്രമേ പറഞ്ഞുള്ളൂ. മാം ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കഥകളുണ്ട്. ഈ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ, ഇവിടെ ഞാൻ കോളേജ് കൗൺസിലായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഇവിടെ കാണിക്കുന്ന പറക്കാൻ ചിറക് കിട്ടി ഇവരങ്ങ് പറക്കുവാണ്. ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് കടവും ബാധ്യതകളുമായിട്ട് സ്റ്റുഡന്റ് വിസ ആയിട്ട് വന്ന് ഇവിടെ വന്നിട്ട് ഒരു ഫ്രണ്ട്, വേറൊരു രാജ്യക്കാരിയായ ഒരു ഗേൾ ഫ്രണ്ട്, ഇവര് വെളിയിൽ പോയി മദ്യപിച്ചു. അവൾ എന്തോ പറഞ്ഞു ഇവന് കൂട്ടുകാരുമായിട്ട്, അവളെന്തോ പറഞ്ഞു, ഇവന് പെട്ടെന്ന് ദേഷ്യം വന്ന് ഇവനെ ഒരു അടി കൊടുത്തു. ഉടനെ അവളൊന്നും വിചാരിച്ചില്ല, ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ പിടിച്ചോണ്ട് പോയി. പിന്നെ ഇവക്ക് അങ്ങ് റിഗ്രറ്റ് ആയി, വേണ്ടായിരുന്നു. പിന്നെ പോലീസിനോട് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. ഇവനെ പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് വേണ്ടി ഇവനെ വിട്ടു. ഒരു വർഷത്തേക്ക് വിട്ടേക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് ഇവർക്കൊരു കൊച്ചുമായി. വീട്ടിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല കൊച്ചുണ്ടെന്നൊന്നും. ഇവന് PR ആയിട്ടും ആയതുമില്ല. ഞാൻ വിചാരിക്കുന്ന വീട്ടിലൊന്നും അറിയാതെ എത്രമാത്രം കഷ്ടപ്പെട്ട് പണയവും വെച്ച് കാര്യങ്ങളും ലോണും എടുത്ത് ഇവിടെ വിട്ടിട്ട് ഇവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട, അതും എന്തോ ചുമ്മാ അല്ല, മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെ കൊണ്ട് വളരെ കോഴ്സിനും പോകത്തില്ല, ജോലിക്കും പോകത്തില്ല,
വീട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് സ്വത്തൊന്നും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. എല്ലാം പണയവും കാര്യങ്ങളും വെച്ച് മക്കൾ ഇവിടെ പഠിക്കുവാണെന്നാ വിചാരിക്കുന്നത്. അങ്ങനെ ഇവര് കുറെ പേര് കൗൺസിലിംഗ് കാര്യങ്ങൾ വരുന്നതാണ്. ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഇത്. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാംഗ്ലൂരിലോ പലയിടത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ എറണാകുളത്ത് എവിടെ പോയാലും ഇതൊക്കെ ഉണ്ട്. എന്റെ മുമ്പിൽ വന്ന കുട്ടികളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം സ്വാഭാവികമാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു പവർ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. എവിടെ ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നാണ് നമ്മൾ നോക്കുക. സോറി, ഞാന് കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞു. ഗുഡ് ഈവനിങ് സർ. സോറി അബ്ദുൽ സർ, അല്ല പറഞ്ഞോളൂ സോറി. പറഞ്ഞോളൂ. ജസ്റ്റ് ഒരു കാര്യം, ദറ്റ് ഈസ് ഈ ഡ്രിങ്ക്സ് കാരണം ഞാൻ എന്റെ ഫീൽഡില് എക്സ്പീരിയൻസ് ചെയ്തത് എന്താ പറഞ്ഞാൽ, ആക്സിഡൻറ്റ്സ് ആവുമ്പോൾ ഈ ഡ്രങ്കൺ ഡ്രൈവിംഗ് മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് അമംഗ്സ് പീപ്പിൾ. പിന്നെ ഇത് ഇവർ മാത്രമല്ല, ഒരു ഫാമിലി എത്രയോ ഡെത്ത് കേസസ് ആണ്. അപ്പൊ നമ്മള് ഈ ഡ്രങ്കൺ ഡ്രൈവിംഗ് കാരണമുള്ള ഇഷ്യൂസ് കോടതിയിൽ ഒരുപാട് കാണുന്നുണ്ട്. ആൻഡ് വി ഫീൽ പാത്തറ്റിക് അബൌട്ട് ദ ഫാമിലി, ബിക്കോസ് ഈ ഫാമിലിയിലത്തെ ആള് ഏർണിംഗ് മെമ്പർ ആണ്, മരിച്ചു പോയിട്ടുണ്ട്. ആ ഫാമിലി, പിന്നെ എല്ലാവർക്കും അറിയാം കോടതി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡിസിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ 8 years കഴിഞ്ഞിട്ട് ഇപ്പോ ദിലീപിന്റെ കേസിനെ കുറിച്ചിട്ട് എല്ലാരും ചിലപ്പോ സോഷ്യൽ മീഡിയയിലും എല്ലാം കാണുന്നത് എന്താണ് റിസൾട്ട് എന്ന് വരുമ്പോ കോർട്ട് കാൺ ഡു സംടൈംസ് ആസ് എക്സ്പെക്ടഡ് ബൈ ദി സൊസൈറ്റി, ബിക്കോസ് അതിൽ പ്രൂഫ് വരുന്നില്ല. അപ്പൊ അതേ രീതിയിൽ ഇവിടെയും നമ്മൾ കാണുന്നത് ഈ ഡ്രിങ്ക്സ് എടുത്തിട്ട് വണ്ടി ഓടിക്കുമ്പോൾ, അതുകൊണ്ട് ഫാമിലീസിൽ ആരെങ്കിലും ഡ്രിങ്ക്സ് എടുക്കുന്നവരുണ്ടെങ്കിൽ കഴിയുന്നതും അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് പോവാതിരിക്കുക. വേറെ ഒന്നും റീസൺ അല്ല, ഒരു ഫാമിലി അവിടെ രക്ഷപ്പെടും സാധ്യത കൂടുതലാണ്. സോ ഈവൻ ദിസ് ഡേഞ്ചർ ഈസ് ദെയർ ബിക്കോസ് ഓഫ് ഡ്രിങ്ക് ആൻഡ് അഡിക്ഷൻ ഓഫ് ഡ്രിങ്കിങ്. താങ്ക് യു. സോറി. താങ്ക് യു മാം. ഗുഡ് ഈവനിങ് സർ. നല്ല സെഷൻ ആയിരുന്നു. ഗുഡ് ഈവനിങ്. ബോബി മാം നേരത്തെ പറഞ്ഞ ഒരു കാര്യം. അതെ, ഗുഡ് ഈവനിങ്. 5 മണി. ബോബി മാം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ കാനഡയിൽ പോകുന്നൊക്കെ, എനിക്ക് അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നതാണ്. ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസിൽ ഫുള്ളി ഇലക്ഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റും അനൗൺസ്മെന്റിന്റെ കുറെ തമാശകളാണ്. ഈ കുട്ടികള്, അമ്മമാർക്ക് കുട്ടികളെ ഉറക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള. ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം ഭയങ്കര ഡിസ്കംഫർട്ട് ആയുള്ള ഒരു സാധനമാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. ഇവിടെ അട്ടർ സൈലൻസ് ആണ്, ഒരിടത്ത് പോലും ഒരു ബഹളം ഇല്ല. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഫുൾ വണ്ടികളുടെ ബഹളം, ആളുകൾ സംസാരിക്കുന്നത്. നമുക്കിവിടെ ഈ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ക്ലബിൽ പോകണം. പക്ഷേ ഈ ക്ലബ്ബ് പോലും പുറത്തേക്ക് കേൾക്കുകയല്ല, നടക്കുമ്പം റോട്ടിലും ആണെങ്കിലും എവിടെയാണെങ്കിലും അട്ടർ സൈലൻസ് ആണല്ലോ. അപ്പൊ അത് ഓരോ സ്ഥലത്ത് ഓരോ പോലെ. ചില ആളുകൾ ചിലതൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ അക്കരെ പച്ചയാണല്ലോ. ഇക്കരെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അക്കരെയാണ് നല്ലത്, അക്കരെ നിൽക്കുന്നവർക്ക് തോന്നും ഇക്കരെയായിരുന്നു നല്ലത് എന്നുള്ളത്. ഇത് ഡ്രിങ്ക്സിന്റെ കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ഞങ്ങള് വർക്കിംഗ്, ഈ കോളേജെല്ലാം കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇവൻ കുഴപ്പമില്ലാതെ, മീൻസ് മോശമല്ലാത്ത രീതിയിലാണ് മദ്യപിക്കുക. മീൻസ് വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ. അപ്പം അന്നൊക്കെ അവന് ഭയങ്കര ഇതിൽ പറയും, എനിക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടികളിൽ മാത്രമേ മദ്യപിക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ അതിങ്ങനെ റെഗുലറായി. ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിൽ ഇവൻ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയായി. അവൻ്റെ ജോലി സ്ഥലത്ത് ഇവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. അവർക്ക് HR നോട്ടീസ് എല്ലാം കിട്ടി, മദ്യപിച്ച് ഓഫീസിൽ വരാൻ പാടില്ല, ഫാമിലി ആണെങ്കിലും പ്രശ്നം. പക്ഷെ ഇതൊരു 5-8 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻ വിചാരിച്ചാൽ പോലും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയാൽ പോലും ഒരു പരിധിവരെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ചില ആളുകൾക്കൊന്നും പിന്നെയും ഇതിലേക്ക് തന്നെ പോകും, ഷമയും പറഞ്ഞ പോലെ. എന്നാൽ അല്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് ഒരു ഫംഗ്ഷന് മാത്രം മദ്യപിക്കുന്ന, വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം. അവര് വരും, അവര് കഴിക്കും, അവർ വീട്ടിൽ പോകും. അവരുടെ വീട്ടിലും അത് അറിയായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റിനകത്തേ അവർ ചെയ്യുള്ളൂ. ഇപ്പം ചന്ദ്രാമ്മയും പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യുമ്പം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളെ ഡ്രൈവിങ് ഏൽപ്പിക്കും, അവർ ഡ്രൈവ് ചെയ്യില്ല. ഇപ്പം ഞങ്ങളൊക്കെ ചില പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ കുടിക്കാത്ത ആളാണ്, ഞാനാണ് അവിടുത്തെ ഇര. എന്തിനാ വിളിക്കുന്നതെന്ന് വെച്ചാൽ തിരിച്ച് ഡ്രൈവ് ചെയ്യണം. അവർക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ
ഉള്ള, അതായത് ഒരു ലിമിറ്റിനകത്ത് നിർത്തിയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമുക്കാണിത് പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. കുറച്ചൊരു പ്രത്യേകിച്ച് അത്യാവശ്യം വേണ്ട ഒരു അവയർനെസ് ആയിരുന്നു. അതെ അതെ, ഒരു സെൽഫ് അവയർനെസ് ഉള്ളവര് അങ്ങനെ ചെയ്യും അല്ലേ? ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ അതിനുള്ള പ്രിക്കോഷൻ എടുക്കും. ഞാൻ ഇരയാണെന്ന് പറയുമ്പോൾ ഞാൻ അതിനുള്ള കൂലിയും വാങ്ങിക്കാറുണ്ട്. സ്നാക്സ് ഒക്കെ ഞാനാണ് തിന്ന് തീർക്കുക. ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ അല്ലേ? അതെ അതെ, ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ. നമ്മൾ സാധാരണ പറയുമല്ലോ, അമിതമായാൽ അമൃതും വിഷവും എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതിന്റെ കൂട്ട് നമുക്ക് ഇപ്പം കുടിക്കുന്നവർ കുടിക്കും. ഞാൻ അതിനും എതിരെ സോഷ്യൽ ഡ്രിങ്കർ ആയാലും നമ്മളെ മാനേജ് ചെയ്ത് അഡിക്ഷനിലേക്ക് പോകരുതെന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സോഷ്യൽ ഡ്രിങ്കർ ആവാം വല്ലപ്പോഴും, ഒരു ഈസ്റ്ററിന് ഒരു ക്രിസ്മസിനൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് 1 അല്ലെ 2 എന്ന് അത് അവരുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അതാണ്. ഇവിടെ പിന്നെ നമ്മൾ ഈ തുടങ്ങുന്നതൊന്നും ബാധിക്കണോന്ന് പറഞ്ഞൊന്നും അല്ല ആരും തുടങ്ങുന്നത്. പലരും ഇവിടെ എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ. എനിക്കത് ഭയങ്കര. അപ്പൊ ഞാൻ ചോദിക്കുക, സ്ട്രെസ് മാനേജ് നിങ്ങൾ സപ്രസ് ചെയ്യുവാണ്, ബാക്ക് ടു നോർമൽ വരുമ്പോ പിന്നെ ഗിൽറ്റി ഫീൽ ചെയ്യണം. ഇതൊന്നും പൈസയൊന്നും ഇല്ല, ഗവൺമെന്റ് ഫണ്ടും വെച്ചും ഇതൊക്കെ വെച്ചാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് പൈസ പോയ നഷ്ടം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, ഒരു ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി ചെയ്യുന്നത് വലിയൊരു വിപത്താണ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ കൂട്ടുകാരുടെ കൂടെ പോവും, വെളിയിൽ പോവും, വലിയൊരു പ്രശ്നങ്ങള്. ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അവരുടെ ഫണ്ടൊന്നും ഇല്ല, പക്ഷെ എവിടുന്നെങ്കിലും ജോലി ചെയ്ത് കുറച്ച് കിട്ടും, 10 കിട്ടിയ 20 ചെലവാക്കും. അതെ അതെ, ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് കുടിക്കുന്നവര് അവരെ കുടിയന്മാരാവുന്നേ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടാവും, അത് ചെയ്യാൻ വേണ്ടി കുടിക്കും അല്ലേ? അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ. പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന എന്തുവാണ്, 2 അടിച്ചു കഴിഞ്ഞാൽ മാറും എന്നാണ്. അല്ലെങ്കിൽ ഇപ്പം സാറും ഞാനും കുടിക്കുന്ന വ്യക്തിയാണ്, എനിക്കൊരു പ്രശ്നം വന്ന സാറേ എനിക്ക് ഇന്ന പ്രശ്നം, സാറ് എന്നാ ബാ നമുക്ക് പോവാം, നമുക്ക് കുടിക്കാം, പ്രശ്നം ഇപ്പം മാറ്റിത്തരാം അല്ലേ? അപ്പൊ അവർ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടായിരിക്കാം. മനസ്സിലായി? അപ്പൊ അതെല്ലാമാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ മാറുമ്പോൾ നമ്മൾ മാത്രമേ മാറത്തുള്ളൂ, ചുറ്റുപാടൊന്നും മാറത്തില്ല. ഇത് വളരെ ശ്രദ്ധിക്കുന്ന വലിയ ടോപ്പിക്കാണ്. നമ്മളൊരു റീഹാബിലിറ്റേഷൻ സെന്റർ വരുമ്പോൾ ഒറ്റ ദിവസമൊന്നുമല്ല, 21 ദിവസം ഓരോ ടോപ്പിക്കും ഓരോ തെറാപ്പികളും, കുട്ടികളെ പ്രത്യേകം, സ്ത്രീകളെ പ്രത്യേകം, ഇതെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പ്രത്യേകം ടോപ്പിക്കാണ് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്നത്. ഇത് വലിയൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് 1-2 ദിവസമല്ല. കാരണം 20 വർഷം 10 വർഷം മദ്യപിച്ച ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തൊന്നുമില്ല. അവരുടെ മിടുക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു തള്ളു കൊടുക്കുന്നു എന്നല്ലാതെ അവരുടെ മിടുക്കാണ്. എനിക്ക് ഞാൻ ഈ പറഞ്ഞ നാട്ടിൽ ഞാൻ ചെയ്തപ്പം ആർക്കെങ്കിലും അറിയാമെന്ന് അറിയത്തില്ല, റാന്നി അടിച്ചിപ്പുഴ എന്നൊരു കോളനിയാണ്. കോളനിയിലെ വാറ്റിയാണ് എടുക്കുന്നത്. വാറ്റി രാവിലെ എഴുന്നേക്കാൻ ഇവര് പറയുന്നത്, രാവിലെ എടുക്കാൻ എത്തുന്ന സ്മെല്ല, ഇതിന്റെ സ്മെല്ല് കൊണ്ട് അവർ എഴുന്നേക്കുക. അവിടൊക്കെ ഉള്ളവർ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര അവർക്ക് വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം. അങ്ങനെയുള്ളവരൊക്കെ. നമ്മളൊക്കെ എന്ന് പറയും, നമ്മുടെ ചുറ്റുകൂടെ ഇവിടൊക്കെ ഉള്ളത് പോയി വാങ്ങുക അല്ലെ? നമ്മൾ നിർബന്ധിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വാങ്ങുവാണ്. ഇവർക്കെന്ന് വെച്ചാൽ അത് ഇവിടെ ഇപ്പൊ പലരും വരും, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിഡ്രോവൽ ഉണ്ടോ? വിഡ്രോവൽ ഒന്നും ഇല്ല. പിന്നെന്തിനാ? എനിക്കൊരു സ്ട്രെസ് വന്നപ്പോ ഞാൻ പോയി കഴിച്ചു. ഇന്ന് എന്റെ അടുത്ത് 28 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നത്, അവളൊരു പാർട്ട്ണറുമായിട്ട് ജീവിക്കുക. പാർട്ട്ണർ ഭയങ്കര മദ്യപാനം ഒക്കെ. ഇവളങ്ങ് 2-3 ദിവസം സോബറായിട്ട് നിൽക്കും, എന്നിട്ട് പതുക്കെ കുറച്ച് കുടിക്കും. ഇപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നുള്ള പേടി. അവൾക്ക് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഓവർ ഡ്രിങ്ക് ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. പിന്നെ അവർക്ക് അവിടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് പേടി വരാൻ നേരം ഇവള് കുടിക്കും. ഞാൻ ഇന്ന് ചോദിച്ചു, നീ പേടി വരാൻ നേരത്ത് കുടിക്കുക എന്ന് പറയാൻ നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി വെക്കുകയില്ലേ ചെയ്യുന്നത്? പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് അതാണ്. നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറുമല്ലോ ചെയ്യുന്നത്. ഇവരൊക്കെ പുള്ളിക്കാരി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ കിഡ്നി പോയോ എന്ന് വീണ്ടും കുടിക്കുക. ആ സ്ട്രെസ് അകറ്റാൻ വേണ്ടി കുടിക്കാം. ആ മൈൻഡ് സെറ്റ് വ്യത്യാസമാണ്. പിന്നെ ഇതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളെ പോലെയല്ല, ഭയങ്കര വലുതാണ്. സാറ് പറഞ്ഞ പോലെ ഫാമിലി ആണെങ്കിലും എക്കോണമിക് ആണെങ്കിലും ഫിനാൻഷ്യൽ എല്ലാ ഇമ്പാക്റ്റും ഭയങ്കര വലുതാണ്. പിന്നെ ഒരു കാര്യം സർ, ഞാൻ എപ്പോഴും പറയണത്, മിക്കവാറും നമ്മൾ കാണുന്നത് കുറെ കേസസ് ഡെത്ത് വരുന്നത് ഡ്യൂ ടു ഡ്രിങ്ക്സ്, ലിവർ സിറോസിസ് അങ്ങനത്തെ ഇല്ലോസസ്. പക്ഷെ
സാധാരണ ഇപ്പൊ ഒരു ഹോസ്പിറ്റലായാലും ഒരു അഡ്വക്കേറ്റ് ആയാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മീതെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം ഡ്രിങ്ക്സ് കുടിച്ചിട്ടാണ്. ഈ ഡ്രിങ്ക്സ് അവൈലബിൾ എവിടെ നിന്നാണ്? മാർക്കറ്റ്. ആരാ സെൽ ചെയ്യുന്നത്? It is through government sources only. Then why are we not filing a case against the government families to recover compensation? അങ്ങനെ ഒരു പ്രൊവിഷൻ ലോ വരണോ സർ? വന്നാലാണ് ഗവൺമെന്റ് ഇതിൽ ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവരണം. അല്ലാതെ എത്രയോ ഫാമിലീസ് ലിവർ സിറോസിസ് ഇങ്ങനെ യങ് ഏജിലെ യങ്സ്റ്റേഴ്സ് ഡെത്ത് ഉണ്ടാവുന്നുണ്ട്. സോ ദർ മസ്റ്റ് ബി സം ലോ against the government. Government must be made responsible for these deaths. അല്ലാതെ ഇത് അവര് ഇങ്ങനെ സെൽ, ബിക്കോസ് യു കൻ സി കേരള ഈസ് ബ്രേക്കിംഗ് റെക്കോർഡ്സ്. നോ ക്രിസ്മസ് ന്യൂ ഇയർ വന്നു, അടുത്ത റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു. സോ എനിക്കിത് ശരിക്കും ദേഷ്യം വരും സർ. ഇപ്പൊ എന്റെ ടോനെ മാറുന്നുണ്ട്. എനിവേ ഐ വാണ്ടഡ് ടു ഷെയർ ദിസ് ഇൻഫോർമേഷൻ ഓൾസോ. വി മസ്റ്റ് ഫയൽ കേസ് അഗേൻസ്റ്റ് ദി ഗവൺമെന്റ്. വി അറ്റ്ലീസ്റ്റ് നമ്മൾ എഡ്യൂക്കേറ്റഡും ഇതിൽ വർക്ക് ചെയ്യുന്നവര് ചെയ്യാതെ ഇത് എൻഡ് ആവില്ല സർ. ബിക്കോസ് ഇത് അവൈലബിൾ മാർക്കറ്റില് നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയല്ല. നമ്മൾ സ്ട്രെസ് അത് ഇത് റീസൺസ് പറയും. നമുക്ക് 100 വട്ടം റീസൺസ് ഉണ്ടാവും. ബട്ട് ഐ വാണ്ട് ഓൺലി വൺ റൂൾ വെരിൻ സച്ച് ഡെത്ത്സ് വിത്ത് മെഡിക്കൽ പ്രൂഫ് we have to file against the government and get compensation to the families. Somewhere there should be some change. Thank you. I'm sorry I'm involving too much. No, it's okay. അബി സാർ, ഗുഡ് മോർണിംഗ്. എന്തോ അനസ് സാർ, നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഈ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഇന്ററാക്ഷൻ സെഷൻ പോയതേ ഉള്ളൂ. ഒരു 1.5 ഒരു മണിക്കൂറിന്റെ അടുത്തൊക്കെ പോകുന്നത്. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ 1 ദിവസം 2 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ കയറിയപ്പോ തന്നെ ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കയറിയത്. എന്നാൽ കൂടെയും വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു സാർ. അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. നമ്മളുടെ മോർണിംഗ് സർക്കിളിൽ ഈ ഒരു ടോപ്പിക് ആദ്യം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് വരണം. നമുക്ക് എല്ലാ മേഖലയിലും അറിവ് വേണമല്ലോ. എനിക്ക് അതിന് ഒരു ഭയം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഒരു നെഗറ്റീവ് ടോപ്പിക്, അദ്ദേഹത്തിന്റെ ഒരു ടോപ്പിക് എടുക്കുക. അതുകൊണ്ട് സജനമാൻ മാം, എന്റെ ടോപ്പിക് ഇതാണ്, കുഴപ്പം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ച മാം പറഞ്ഞ ശബ്ദത്തിന് എന്ത് പറ്റി? എനിക്ക് കോൾഡും ഫീവറൊക്കെയാണ്. ഞാൻ വിചാരിച്ചേ പെട്ടെന്ന് ഞെട്ടി എണീച്ചതാണെന്ന്. ഇന്നലെ രാത്രി കിടക്കുമ്പോ തന്നെ കോൾഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫീവറും ഉണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? Thank you so much for everyone to attending this session. എനിക്കറിയാം എല്ലാവരും രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് കേൾക്കാൻ വന്നത് വളരെ വളരെ സന്തോഷം. Thank you, sir. Thank you, and a good day to everyone. And good evening to those in Canada. Yeah. Bye.